ഈ ബാക്കിൽ കാണുന്ന ട്രീ ആണ് നമ്മൾ വല ഇട്ടേക്കുന്ന ട്രീ. ഇതല്ലാതെ വേറെ ട്രീ ഉണ്ട് വീട്ടിൽ. റംബൂട്ടാൻ പഴുത്ത് നിൽക്കുന്ന വേറെ ട്രീ ഉണ്ട് വലയിടാത്തത്. ഞാനത് കാണിക്കാം. ഇത് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന റംബൂട്ടാനാണ്. ഇതിലെ കായ്കളും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവനും കഴിക്കുന്ന കിളികളും അണ്ണാനുമാണ്. നമ്മളിതിൽ നിന്ന് പറിക്കാറില്ല. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മരത്തിൽ ഇങ്ങനെ വലയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിളികളും അണ്ണാനും കഴിക്കുന്നത്, അവർക്കും ഇത് കഴിക്കാനുള്ള അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മരം ഇങ്ങനെ നിർത്തിയേക്കുന്നത്. ഇത് പഴുത്ത് കഴിയുമ്പോൾ മുഴുവനായിട്ട് കിളികളും അണ്ണാനുമാണ് കഴിക്കുന്നത്. കസ്റ്റാർഡ് ആപ്പിൾ മരമാണിത്. ഇതും റംബൂട്ടാനിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു മരമാണ്. ഈ മരത്തിലും നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇത് ഞങ്ങളും കിളികളോട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. സപ്പോട്ട മരമാണിത്. സപ്പോട്ടയിലും നമ്മൾക്ക് കൈയെത്തി പറിക്കാവുന്നത് മാത്രമേ നമ്മൾ പറിക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഉയരത്തി നിൽക്കുന്ന എല്ലാം കിളികൾ കഴിക്കാറാണ്. ഇത് വലയിട്ട റംബൂട്ടാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. വലയുടെ സൈഡിൽ കൂടെയൊക്കെ ചെറുതായിട്ടൊക്കെ കീറിയിട്ടുണ്ടാവും. അതിനുള്ളിൽ കൂടെ കിളികൾ കയറും. എന്നിട്ട് പഴുത്തത് കഴിച്ചിട്ട് കുരു ഇടുന്നതാണത്. എന്നിട്ട് ഈ കിളികൾ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആ വഴി കൂടെ ഇറങ്ങി വരാൻ അവർക്കറിയത്തില്ല. അവരതിൽ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും കഴിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ അമ്മ പോയിട്ട് ഇതിൻ്റെ അടിയിലത്തെ വല കുറച്ച് അഴിച്ചു വെക്കണം. ആ സമയത്താണ് കിളികൾ ഇറങ്ങി പോകുന്നത്. അടുത്ത ദിവസം രാവിലെ ഇതുപോലെ തന്നെ ആയിരിക്കും. വേറെ കുറച്ച് കിളികൾ അതിനകത്ത് ഉണ്ടാവും. അതിനെ ഇറക്കി വിടണം. ഇത് നമ്മുടെ ഒരു ബഡ് ചെയ്ത പ്ലാവായിരുന്നു. നിറച്ചും കായ്കളായിരുന്നു. ഈ പ്രാവശ്യം നിറച്ചും ചക്കയായിരുന്നു. അത് വെയിറ്റ് കാരണം വൺ സൈഡിലെ കമ്പ് കംപ്ലീറ്റ്ലി ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതിൽ 2 ചക്കയെ ബാക്കിയുള്ളൂ. ഇത് രണ്ടും പഴുത്ത് നിൽക്കുവാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ചക്ക പഴുത്തതിൻ്റെ മണം വന്നപ്പോഴാണ് ഇത് പഴുത്തതാണെന്ന് മനസ്സിലായത്. അപ്പം അതിനി പറിക്കണം. ഇത് കുമ്പളമാണ്. തനിയെ കിളുത്ത് വന്നതാണ്. ഇപ്പം നിറച്ചും അതിൽ കായ്കളായിട്ടുണ്ട്. മഴയായതുകൊണ്ട് മോശമായി പോകുമെന്നറിയത്തില്ല. എന്തായാലും നിറച്ചും കായ്കൾ പിടിച്ചിട്ടുണ്ട് ഇതിൽ. ഇതും പ്ലാവാണ്. കുറച്ച് ചക്ക അതിലും നിൽപ്പുണ്ട്. ഇതും നമ്മളങ്ങനെ പറിക്കാറില്ല. 1-2 എണ്ണമൊക്കെ പറിക്കത്തുള്ളൂ. ഇത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിയ സൈസ് ചക്കയാണിത്. ഇത് കുറച്ച് തൈകൾ നട്ടേക്കുന്നതാണ്. പ്ലാവ്, മാവ് എല്ലാം ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇവിടെ പന്നിയുടെ ശല്യം നല്ല രീതിയിലുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ വല ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ അത് വന്ന് എല്ലാം കുത്തിക്കളയും. ഇത് റംബൂട്ടാൻ്റെ ഒരു തൈയാണ്. ഞങ്ങളിപ്പോൾ ചക്ക പറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. പഴുത്തതായതുകൊണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ കയറ് കെട്ടി താഴെ വീഴാതെ അങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല മഴയുമാണ്. അതുകൊണ്ട് മരത്തെ കയറാൻ പറ്റത്തില്ല. മരം നല്ലതായിട്ട് തെന്നിക്കിടക്കുവാണ്. അപ്പം കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ലാഡർ വെച്ചിട്ട് അതേ കൂടാണ് കയറുന്നത്. മരം ചെറുതാണെങ്കിലും നമുക്ക് പറിച്ച് താഴെ ഇടുമ്പോഴത്തേക്കും ചക്ക മോശമായി പോവും. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചതഞ്ഞ് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കയറ് കെട്ടി ഇറക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മുറിച്ചാലും ചീത്തയാകത്തില്ല. ചെറുതായിട്ടേ ഇപ്പോൾ പഴുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് പഴുത്തിട്ടില്ല.